നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപ ലഭിച്ചുകൊണ്ടിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ 3 മാസമായി ലഭിക്കുന്നില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു പെൻഷൻ നിർത്തലാക്കിയത്. ഇനി ഈ സുരക്ഷാ പെൻഷൻ നമുക്ക് ലഭിക്കുമോ, അതുപോലെ തന്നെ ലഭിക്കുകയാണെങ്കിൽ എന്നാണ് ലഭിക്കുക, ആർക്കെല്ലാമാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള നിലവിൽ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന സർക്കാരിൽ നിന്നോ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്കായിരുന്നു സർക്കാർ മാസം 1000 രൂപയുടെ പെൻഷൻ പ്രഖ്യാപിച്ചത്. ഒരുപാട് തവണ അക്ഷയ കേന്ദ്രങ്ങൾ, മറ്റ് ഓൺലൈൻ സെൻ്ററുകളിലെല്ലാം ഒരുക്കുന്നതിന് ശേഷമാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച ഒട്ടുമിക്ക ആളുടെയും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ആദ്യം റിജക്റ്റ് ചെയ്യുകയും പിന്നീട് വീണ്ടും ഇതേപോലെ തന്നെ മണിക്കൂറോളം അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നതിന് ശേഷമാണ് പെൻഷൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് 2 മാസത്തെ പെൻഷനാണ് ലഭിച്ചിരുന്നത്. അതിനുശേഷം ഇലക്ഷൻ വന്നതിന് ശേഷം പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാസം 2000 രൂപയുടെ ക്ഷേമ പെൻഷൻ വിതരണം നടന്നു. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകൾക്കും പെൻഷൻ ലഭിച്ചു. നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ച ആളുകളാണെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യാനും അല്ലാത്തവരൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പക്ഷേ അന്നൊന്നും സർക്കാർ ഈ ഒരു പുതിയ പെൻഷൻ പദ്ധതിയെക്കുറിച്ച്, ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ച് ഔദ്യോഗികമായി തന്നെ ഒന്നും അറിയിച്ചിരുന്നില്ല. ജൂൺ മാസം വന്നതിന് ശേഷം ഇപ്പോൾ 3 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അത് 3000 രൂപയായിരിക്കും. നമുക്കറിയാം, ഈ മാസം പുതിയ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ാം തീയതിയാണ്. ആ 19-ാം തീയതിക്ക് ശേഷമായിരിക്കും ഇനി ഇതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പ് ഉണ്ടായിരിക്കുക. നമുക്കറിയാം, സർക്കാരിന് 5 ഗ്യാരണ്ടികളുമായിട്ടായിരുന്നു വന്നിരുന്നത്. KSRTCയിൽ സൗജന്യ യാത്ര അടക്കമുള്ള കാര്യങ്ങൾ അത് ഈ മാസം 15-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. അതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, പെൻഷൻ 2000 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് 1000 രൂപയുടെ വർധനവ് നൽകി 3000 രൂപ എന്നിങ്ങനെ പല കാര്യങ്ങളും സർക്കാർ പറഞ്ഞിരുന്നു. സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപന ചർച്ചയിലും ഇക്കാര്യങ്ങൾ ഗവർണർ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അപ്പോഴൊന്നും സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. സർക്കാർ നല്ലൊരു തീരുമാനമായി തന്നെ വരുമെന്നുള്ളത്. ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് അത് വലിയൊരു ഉപകാരമായിരുന്നു. സംഭവം ചെറിയ സംഖ്യയാണെങ്കിൽ പോലും ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് അത് ഒരു വലിയ ഉപകാരം തന്നെയായിരുന്നു. മാസം 1000 രൂപ പെൻഷൻ ലഭിക്കുക എന്നുള്ളത്. സർക്കാർ ഇതുവരെ ഈ പദ്ധതി ഉപേക്ഷിച്ചതായോ അല്ലെങ്കിൽ നിർത്തലാക്കിയതായോ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് നൽകിയിട്ടില്ല. എന്നാൽ അതുപോലെ തന്നെ ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഔദ്യോഗികമായി ഇതുവരെ ഒരു അറിയിപ്പും നമുക്ക് നൽകിയിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കാത്തിരിക്കാം. സർക്കാർ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ വീണ്ടും തുടരുമെന്നുള്ളതും അതിന് ആവശ്യമുള്ള ഫണ്ട് ബജറ്റിൽ അടക്കമുള്ള കാര്യങ്ങൾ നീക്കി വെക്കുമെന്നുള്ളതടക്കം നമുക്ക് കാത്തിരിക്കാം. ഈ മാസം 29-ാം തീയതിയാണ് സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണം. ആ ഒരു ബജറ്റിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി സർക്കാർ മുൻഗണന കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴും ഇതിൻ്റെ വെബ്സൈറ്റ് ആക്റ്റീവാണ്. പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുമ്പ് അപേക്ഷിച്ച ആളുകൾക്ക് പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ വെബ്സൈറ്റ് വഴി അറിയാനും സാധിക്കുന്നുണ്ട്. നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പെൻഷൻ പോർട്ടൽ വഴി ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ലിങ്ക്, ആവശ്യമുള്ള ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ ഇൻഫർമേഷൻ മീഡിയ, നമ്മുടെ യൂട്യൂബ് ചാനൽ പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ, ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എന്നിങ്ങനെ സർക്കാരിൽ നിന്നുള്ള അറിയിപ്പുകളെ കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. എല്ലാ ദിവസവും വീഡിയോ വന്നിട്ടില്ലെങ്കിലും ഇതുപോലെ അറിയിപ്പുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ നൽകാൻ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് മറ്റ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.